കല്യാണമാറായോ? ഇല്ല. ഇനി മെലിഞ്ഞ് സുന്ദരിയാകുമ്പോ ചെറുക്കന്മാര് പിറകെ വരും. I have a boyfriend and அவனுக்கு நான் இப்படி இருக்கிறது தான் பிடிக்கும். പിന്നെന്തിനാ മെലിയുന്നേ? ഒരു ഡ്രസ് പോടുறதுக்கு. ഒരു ഡ്രസ് ഡിസൈൻ ചെയ്തിട്ടുണ്ടേ അതിന് കുറച്ചും കൂടി கொஞ்சம் കുറച്ച് പോതും. ഇവിടെ കുറച്ച് അഴക് പോയിടും. Sorry, uncle. Can you give the ball? Please, and let's see how that goes. ഓക്കെ ബൈ അടിക്കടി പാർக்கலாம். കണ്ടിപ്പാ. See you, bye. Bye. ബൈ. ഇച്ചിരന്ത രസമല്ലേ കാണാൻ? சார் சார் வெளியில் போயிருக்காங்க. സാറിവിടെ? ഞാൻ തടി കുറയ്ക്കാൻ. ഫോൺ മറന്നു. മേജറെ, ഞാൻ ഈ മീശ വെച്ചേക്കുന്ന എന്നാത്തിനാണെന്നറിയാവോ? ഒരു കോൺഫിഡൻസ് ഇല്ല. സത്യത്തിൽ ഞാനൊരു ഭൂലോക മേടിച്ചു കൂറിയ. ആരെങ്കിലും വന്നൊന്ന് കണ്ണുരുട്ടി അപ്പ ഞാൻ കരഞ്ഞു പോവും. പക്ഷെ ഇതുണ്ടെങ്കിലേ ഒരു ധൈര്യമാ. മീൻസ് നമ്മുടെ വീക്ക്നെസ് എന്താണ് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മളിങ്ങനെ കുത്തിയിരുന്ന് ആലോചിക്കണം. അപ്പൊ ഒരു സൊല്യൂഷൻ കിട്ടും. നമ്മുടെ നോട്ട്ബുക്ക് ചെയ്യുന്നത് ഇനി പറ, എന്നതാ മേജറുടെ വീക്ക്നെസ്? എനിക്ക് ഈ സ്ത്രീകളാണോ വീക്ക്നെസ്? അതല്ല. പിന്നെ എനിക്ക് സ്ത്രീകളോട് സംസാരിക്കാൻ വിഷയം കിട്ടാറില്ല. പേടിച്ചിട്ടാണോ? പേടിയൊന്നുമല്ല, എനിക്ക് അവരോടൊന്നും പറയാനില്ല. എൻ്റെ അമ്മയ്ക്ക് സംസാരിക്കാൻ കഴിയില്ലായിരുന്നു. അവർ ഊമയായിരുന്നു. അച്ഛൻ ഞങ്ങളെ എപ്പോഴോ കളഞ്ഞിട്ട് പോയതാ. இதோ வந்துட்டேன் சார். வாங்க சார். என்ன சார் லேட் ஆச்சா? நாய்க்குட்டி கத்திக்கிட்டே இருந்துச்சு. அதுக்கு என்ன, வயிறு பசியா இருந்திருக்கேன், இல்லாட்டினா ஏதாச்சும் பார்த்து பயந்துருக்கேன். சாப்பிடல சார்? சரி வாங்க சார். No. Other, you keep it here and this. ഇന്ന് നമുക്ക് സ്ത്രീകളെ കുറിച്ച് സംസാരിക്കാം. മേജർ എന്നെ കല്യാണം കഴിക്കാഞ്ഞേ? വേണമെന്ന് തോന്നിയില്ല. അതെന്നാ തോന്നാഞ്ഞേ? പറ. ഡോക്ടർ കൊന്നിട്ടുണ്ടോ? എന്തിനേലും കൊന്നിട്ടുണ്ടോ? ഇല്ല. ഒരു പ്രാവശ്യം കൂരോപ്പട വീട്ടിൽ വെച്ച് ഒരു പൂവങ്കോഴിയെ കൊന്നിട്ടുണ്ട്. ഞാൻ മനുഷ്യരെ കൊന്നിട്ടുണ്ട്. ഒരു ജീവൻ എടുക്കാനുള്ള അവകാശം ദൈവത്തിനാ. പിന്നെ അത് ലീഗലി ഉള്ളത്
പട്ടാളക്കാരനാ. മീൻസ് എ സോൾജർ ഈസ് ഈക്വൽ ടു ഗോഡ്. ദൈവത്തിന് കല്യാണം കഴിക്കേണ്ട ആവശ്യമുണ്ടോ? ദൈവം കല്യാണം കഴിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് ആർക്കറിയാം. ഹായ്. ഹേയ്. പുതിയ ഒച്ച വല്ലതും നടന്നിട്ടുണ്ടോ? അല്ല, വയസ്സ് ഇത്ര ആയില്ലേ, ബയോളജിക്കലി നടക്കേണ്ടത് വല്ലോ. ഇതിനകത്താണ് അത് എഴുതി വെച്ചിരുന്നത്. അല്ല പിന്നെ ഇനി പറ കേക്കട്ടെ. എനിക്ക് 29 വയസ്സുള്ളപ്പോ. നല്ല പ്രായം. പറഞ്ഞോ. എനിക്ക് 29 വയസ്സുള്ളപ്പോഴാണ് ഞാൻ എവറസ്റ്റിൽ പോകുന്നത്. ഹോട്ടൽ എവറസ്റ്റോ? മൗണ്ട് എവറസ്റ്റ്. എവറസ്റ്റ് കയറിയ ആളാണോ? എന്റെ കർത്താവ് നോട്ട് കിട്ടും. ഇനിയിപ്പോ എന്റെ ക്ലിനിക്കിന്റെയോ മലയാളി സമയത്തിന്റെ ആനിവേഴ്സറി വല്ലോണ്ടോ വിളിക്കാമല്ലോ. ഒടുക്കത്തെ തണുപ്പത്ത് അതിന്റെ മണ്ടേ വെച്ചായിരുന്നു മറ്റേത്. അതിന് 1 മാസം മുമ്പ് നേപ്പാളിൽ വെച്ചൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു. ഒരു ചൈനീസ് പെൺകുട്ടി. അവിടെ പേര് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്, പക്ഷെ പറയില്ല. പറഞ്ഞാലും ഞാൻ ഓർക്കാനും വല്ല കാച്ചി പൂച്ചി ഇതൊക്കെ ആയിരിക്കും. എന്നിട്ട് ഡെവലപ്പ് ആയോ? 3 ആഴ്ച ഞങ്ങൾ തമ്മിലൊരു അഫയർ ആയിരുന്നു. അവർക്ക് ഇംഗ്ലീഷും അറിയില്ല, എനിക്ക് ചൈനീസും അറിയില്ല. പക്ഷെ കാര്യങ്ങളൊക്കെ നടന്നു. പിന്നെ 1 മാസം കഴിഞ്ഞപ്പോൾ അവൾ ഇംഗ്ലീഷും പഠിച്ചു, ഞാൻ ചൈനീസും. അതോടെ തീർന്നു. പിന്നാരെയും ഇല്ല. അത് കഴിഞ്ഞൊരു പെണ്ണിനോട് സ്വല്പം പോലും ഒന്നും തോന്നിയിട്ടില്ലേ? ഇല്ല. പോട്ടെ. അതിന് മുമ്പോ പണ്ടെങ്ങാണ്ടും കോളേജിൽ പഠിക്കുമ്പോൾ ഒരു ക്രഷ് ഉണ്ടായിരുന്നു. ക്ലാസ്മേറ്റ്സോ ടീച്ചേഴ്സോ ഒക്കെ ആയിരിക്കും. ശോഭന. ശോഭനെ? സിനിമാ നടി ശോഭന. അവരുടെ ആദ്യകാല സിനിമകൾ കണ്ടിട്ട് ഭയങ്കര പ്രേമമായിരുന്നു. ബെസ്റ്റ്. മിലിറ്ററി നാണം. മേജർ നമ്മുടെ ടീച്ചറെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരെ കണ്ട ശോഭനയുടെ നല്ല ലുക്കില്ലേ? ഇന്ന് രാവിലെ കൂടി എലിസബത്തിനോട് പറഞ്ഞേ ഉള്ളൂ. ഞാൻ ഇങ്ങോട്ട് വിളിക്കട്ടെ? ടീച്ചറെ സാറിന് തടി കുറഞ്ഞു തുടങ്ങിയോ? ഞാൻ കറക്കുന്നുണ്ട്, കുറയും അല്ലേ? സാറ് ഇറങ്ങാറാവുമ്പോ പറയണം, ക്യാബ് ഷെയർ ചെയ്യാനാ. 300 രൂപയാണ്. ഞങ്ങളുടെ കഴിഞ്ഞ് ദേ കൊണ്ടുപോക്കോ. ഞാനത് പറഞ്ഞിട്ട് വരാം. എങ്ങോട്ട് കൊണ്ടുപോവാൻ? ഞാൻ വേറെ വഴിക്കാം. ഇത് ഇങ്ങോട്ട് വന്ന ട്രീറ്റ്മെന്റാ. 150 രൂപ കിട്ടും. കൂടെ ശോഭനെ. ടീച്ചർ ഹസ്ബൻഡ്? ഓ ഇല്ല അല്ലേ. ഞാൻ ആർമിയിലായിരുന്നു. മദ്രാസിൽ എന്താ ചൂട്. ഹൈ, പരിപ്പൂട. പരിപ്പൂട ഇഷ്ടമാണോ? എന്താ സാർ? ഒന്നുമില്ല. ആ പാട്ട് പോയി വോളിയം. என்ன மனம் பாருங்க. கற்பூரவல்லி. മമ്മി മമ്മി വരൂ. 2 പേരും ഒരേ കാറില്. அப்படியா? ஐயோ